നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തത്വത്തിൽ വെടിനിർത്തൽ തീരുമാനമായതിനു ശേഷം പിന്നീട് അവരത് തെറ്റിച്ചു എന്നത് വേറെ കാര്യം. പക്ഷേ നമ്മുടെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഇതിനെപ്പറ്റി ഒരുപാട് ചർച്ചകളാണ് നടക്കുന്നത്, ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പുറത്തുമൊക്കെ. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ ഇന്ത്യ വെടിനിർത്തലിൽ തയ്യാറായത്? ആ പോക്കെങ്കിലും, അതായത് പാക് ഒക്കുപൈഡ് കാശ്മീരെങ്കിലും പിടിച്ചെടുത്തിട്ട് പോരായിരുന്നോ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. ഇസ്രയേൽ ഗാസ പിടിച്ചെടുത്തതുപോലെ ഈ പോക്ക് പിടിച്ചെടുത്തുകൂടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള ലളിതമായിട്ടുള്ള ഉത്തരം ഈ ഗാസ പോലെയല്ല പോക്ക് അഥവാ പാക് ഒക്കുപൈഡ് കാശ്മീർ എന്നതാണ്. നമ്മുടെ സംഘർഷത്തിൻ്റെ തുടക്ക സമയത്ത് തന്നെ, അതായത് നമ്മളും പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ തുടക്ക സമയത്ത് തന്നെ പാകിസ്ഥാൻ ചെയ്തൊരു കാര്യമുണ്ട്. അത് അവർ വളരെ ബുദ്ധിപൂർവ്വം തന്നെ ചെയ്താണ്. ഈ പോക്ക് അഥവാ പാക് ഒക്കുപൈഡ് കാശ്മീരിൽ നിന്ന് അവരുടെ സൈനിക പോസ്റ്റുകളും അവരുടെ സൈന്യത്തിനെയൊക്കെ അവർ പിൻവലിക്കുകയുണ്ടായി. നമുക്ക് ശരിക്കും വേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോക്കിന് വേണ്ടി പാകിസ്ഥാനും ഇന്ത്യയും കൂടെ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്ന തലത്തിലേക്ക് നമ്മൾ ഈ സ്ഥലം എത്തിക്കണം. നമുക്ക് വാർഫീൽഡായിട്ട് വേണ്ടത്, അതായത് യുദ്ധം ചെയ്യുന്ന സ്ഥലമായിട്ട് വേണ്ടത് പോക്കായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ സ്ഥലം നമ്മൾ പിടിച്ചെടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നിലവിലെ അവസ്ഥയിൽ ഈ പോക്ക് നമ്മൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു തലവേദനയാണ്. നമുക്ക് നിലവിൽ തന്നെ വയറുവേദനയുണ്ട്, അതിൻ്റെ കൂടെ തലവേദന കൂടി വരുത്തി വെക്കുന്ന ഒരു സംഗതിയായിരിക്കും ഇപ്പോൾ പോക്ക് നമ്മൾ പിടിച്ചെടുത്താൽ. അതിൻ്റെ കാരണം 50 ലക്ഷം ജനസംഖ്യയുണ്ട് അവിടെ. ഈ 50 ലക്ഷം ജനസംഖ്യ എന്ന് പറഞ്ഞാൽ മദ്രസ പ്രോഡക്റ്റുകളായിട്ടുള്ള ജനസംഖ്യയാണ് അവിടെ ഉള്ളത്. രക്തം ചൊഴിയാതെ അല്ലെങ്കിൽ അവിടെ രക്തം വീഴ്ത്താതെയാണ് നമ്മളത് പിടിച്ചെടുക്കുന്നതെങ്കിൽ ഈ 50 ലക്ഷത്തിനെ കൂടി നമ്മൾ തീറ്റിപ്പോരണം. എന്താണ് നടക്കാൻ പോകുന്നത്? നമുക്ക് എന്താണ് ഗുണം? ഇനി ഗാസയിൽ ഇസ്രയേൽ ചെയ്തത് എന്താണെന്ന് നോക്കുക, അപ്പോഴേ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയുള്ളൂ. ഇസ്രയേൽ യുദ്ധം ചെയ്തത് പലസ്തീനിലെ പട്ടാളത്തോടല്ല. പലസ്തീന് സ്വന്തമായിട്ട് പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും അവർക്ക് സൈന്യമൊക്കെ ഉണ്ട്. ആ സൈന്യത്തോടല്ല ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നത്. ഗാസയിലുള്ള ഹമാസിനോടാണ് യുദ്ധം ചെയ്യുന്നത്. ആ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് 70,000-ന് മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ടു. 10 ലക്ഷത്തിന് മുകളിൽ ആളുകൾ പലായനം ചെയ്തു. ബാക്കി എത്രയുണ്ടെന്ന് നോക്കുക. അവിടെ ആകെ 22 ലക്ഷം ജനസംഖ്യയായിരുന്നു ഈ ഗാസയിലുണ്ടായിരുന്നത്. ബാക്കി പകുതി പേർ കൊല്ലപ്പെടുകയോ പലായനം ചെയ്യപ്പെടുകയോ ചെയ്തു. ബാക്കിയുള്ളത് അവിടെ ഇപ്പോഴുമുള്ളത് കുറേ ഹമാസ് ഭീകരവാദികളും അവരെ അനുകൂലിക്കുന്നവരാണ്. അവർ ഷീൽഡായിട്ട് വെച്ചിരിക്കുന്ന ആളുകളുമാണ്. അത് ദിവസം 50 എന്ന കണക്കിലെങ്കിലും ഇസ്രായേൽ തീർത്തുകൊണ്ടിരിക്കുന്നൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നീട് അവരത് ചെയ്യാൻ പോകുന്നത് അത് ജൂത സെറ്റിൽമെൻ്റ് ആക്കി മാറ്റും ഈ ഗാസ എന്ന് പറഞ്ഞ സ്ഥലം. അതിനാണ് നേരത്തെ ഡൊണാൾഡ് ട്രംപ് പോലും അത് വിനോദസഞ്ചാര കേന്ദ്രമാക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാമർശമൊക്കെ നടത്തിയുണ്ട്. പക്ഷേ ഈ ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത് ലോകത്ത് പല ഭാഗങ്ങളിലായിട്ട് പല രാജ്യങ്ങളിലായിട്ട് ഇപ്പോഴും കോടിക്കണക്കിന് ജൂതന്മാർ താമസിക്കുന്നുണ്ട്. ലോകം മൊത്തം ഏതാണ്ട് 3 കോടിക്ക് മുകളിൽ ജൂതന്മാരുണ്ടെന്നാണ് കണക്ക്. അതിൽ കേവലം 1,07,00,000 പേരെ ഈ ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്ത് താമസിക്കുന്നുള്ളൂ. ബാക്കി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടക്കുകയാണ്. അവർ കുറേ പേരെയെങ്കിലും അവർ ഈ ഗാസയിൽ വസിക്കാനുള്ള ആ സംവിധാനം അവിടെ ഒരു സെറ്റിൽമെൻ്റ് ആക്കി എടുക്കും. അതായത് നേരത്തെ അവർ വെസ്റ്റ് ബാങ്കിൽ ചെയ്തതുപോലെ നമുക്കും വേണ്ടത് പോക്കിൽ ഇങ്ങനെയൊരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യം ഒരുങ്ങിക്കിട്ടാതെ ഈ പോക്ക് നമ്മൾ പിടിച്ചെടുത്താൽ അത് നമുക്ക് വലിയ നഷ്ടമാണ്. ഈ 50 ലക്ഷത്തിന് കൂടി നമ്മൾ തീറ്റിപ്പോരണം. ഇപ്പോൾ കാശ്മീരിലുള്ള ഈ ഭീകരവാദവും അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നവരുടെ കൂട്ടത്തിൽ അതിലും കടുത്ത രീതിയിൽ മദ്രസ വിദ്യാഭ്യാസം വഴി ഈ ഭീകരവാദം കിട്ടിയ കുറേ എണ്ണം അവിടെ കിടപ്പുണ്ട്. അവരെ കൂടി നമ്മൾ ചേർത്തുകൊണ്ട് ഈ വയറുവേദനയുടെ കൂടെ തന്നെ തലവേദനയെ കൂടി നമ്മൾ അനുഭവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. നമ്മൾ എപ്പോഴും നോക്കുന്നതും ഈ പോക്കിനകത്ത് നിന്നുകൊണ്ട് ഈ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിൽ നിന്നുകൊണ്ട് ഒന്നുകിൽ ഭീകരവാദികൾ നമ്മളോട് പരസ്യമായിട്ട് യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ആർമി തന്നെ നമ്മളോട് പരസ്യമായിട്ട് യുദ്ധത്തിന് വരിക. അങ്ങനെയാവുമ്പോൾ അതൊരു യുദ്ധ സ്ഥലമായി മാറുകയും ഇവിടെ നേരത്തെ ഈ ഗാസയിൽ പറഞ്ഞ പോലുള്ള സംഗതികൾ അവിടെ ഉണ്ടാകും. ഈ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലെ പട്ടാളക്കാരും ഭീകരരുമൊക്കെ അവിടെ കൊല്ലപ്പെടുകയുണ്ടാകും. ഈ യുദ്ധം പേടിച്ച് അവിടെയുള്ള ആളുകൾ കുറേ പലായനം ചെയ്ത് പാകിസ്ഥാനിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഓടി ചെയ്യും. നമ്മൾ നമ്മുടെ അതിർത്തി അടച്ച് സുരക്ഷിതമായിട്ട് വെച്ചാൽ ഇങ്ങോട്ട് കയറ്റാതിരിക്കുക. അങ്ങനെ ഒരു പകുതിയെങ്കിലും ആളുകൾ ഒഴിഞ്ഞു കിട്ടുന്ന ഒരു പോക്ക് മാത്രം നമുക്ക് മതി. അല്ലാതെ ഈ 50 ലക്ഷത്തിനെയും കൂടെ ചേർത്ത് ഈ സ്ഥലം എടുത്തിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സർക്കാർ ആഗ്രഹിക്കുന്നത് ആ സ്ഥലം മാത്രമാണ്, അവിടുത്തെ ആളുകളെ ഒന്നുമല്ല. അത് ഒരു സത്യമാണ്. അങ്ങനെ അവർ തുറന്നു പറയില്ല, നമുക്കത് അനുമാനിക്കാൻ പറ്റും. ആ സ്ഥലം മാത്രം മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്. അല്ലാതെ ഈ നമ്മുടെ ഈ നിലവിലുള്ള കാശ്മീരിലൊക്കെയുള്ള ഈ ഭീകരവാദികളെ സഹായിക്കുന്ന ചില പ്രദേശവാസികളും മറ്റും അതിനേക്കാളും കടുത്ത രീതിയിൽ ചിന്തിക്കുന്ന ഇത്തരം ആളുകളെ കൂടി നമ്മൾ വലിച്ചു വെച്ചിട്ട് വേണ്ടാത്ത തലവേദന കൂടി എടുക്കണം. അതിനാൽ നിലവിൽ ഈ പോക്ക് നമ്മളോട് കൂടി ചേർക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കേണ്ട. പിന്നെ മറ്റൊരു വഴിയുള്ളത് പ്രകൃതിയുടെ പരിപാടിയാണ്. അതായത് ഈ വരൾച്ച ഉണ്ടാവുക, പെട്ടെന്ന് പ്രളയമുണ്ടാകുക തുടങ്ങിയ പ്രകൃതി കൊടുക്കുന്ന ചില പണിയുണ്ടല്ലോ. പക്ഷേ ഈ പ്രകൃതി കൊടുക്കുന്ന ഈ ചില പണി ഇപ്പോൾ അതിൻ്റെ താക്കോൽ ഇപ്പോൾ നമ്മുടെ കയ്യിലാണ്. ഏത്? ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ലെന്ന്. ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലാണ്. അപ്പോൾ അത്തരം ചില പ്രതിഭാസമൊക്കെ ഉണ്ടാക്കിയും അവിടെ ആളൊഴിപ്പിക്കാൻ പറ്റും. ചുരുക്കത്തിൽ
പകുതി ആളുകളെങ്കിലും ഒഴിഞ്ഞ, അവരെ അങ്ങ് കൊല്ലണമെന്നല്ല പറയുന്നത്, പകുതി ആളുകളെങ്കിലും ഒഴിഞ്ഞ ഒരു പാക് ഒക്കുപ്പൈഡ് കാശ്മീർ നമുക്ക് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഈ 50 ലക്ഷത്തിനെയും കൂടെ എടുത്താൽ നമുക്ക് നിലവിലുള്ള ഒരു 141 കോടി ജനസംഖ്യ എന്നതിൻ്റെ കൂടെ ഒരു 50 ലക്ഷം കൂടെ കൂട്ടി പറയാമെന്നല്ലാതെ ഒരു ഗുണവുമില്ല. അതുകൊണ്ട് പൊന്നു മോദിജി അല്ലെങ്കിൽ അജിത് ഡോവൽ, നിലവിൽ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ നമുക്ക് വേണ്ട. അത് ഈ പാകിസ്ഥാൻ്റെ സൈന്യവും നമ്മുടെ സൈന്യവും തമ്മിൽ ഒരു യുദ്ധമേഖലയാവുന്ന സമയത്ത് അതൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം എടുത്താൽ അത്രയും നന്നായിരിക്കും.